അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ചട്നിയും തോരാപ്പുളികളെല്ലാം ആക്കുന്ന ചട്നിയും രാവിലത്തെ സെയിം ചട്നി ഇതാണ് നമ്മളെ പപ്പായ. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ജ്യൂസ് കഴിച്ച് ഐസിങ് കട്ട മോട്ടേക്ക്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു രാവിലെ ചായ കുടിക്കാൻ ചായ കുടിക്കാനായിട്ട് ഒരുങ്ങോളെ ഞാൻ വിചാരിച്ചു. എന്നാൽ ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഫുൾ വ്ളോഗ് എടുത്താലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പോയിട്ട് മുടിയെല്ലാം കെട്ടിയിട്ട് വന്നു, അല്ല ഈ കൊലമൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് ഞാൻ ഇത് തിന്നതെന്ന് കാണിക്കാം. പിന്നെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ, വീട്ടിലാണെന്നുള്ളത്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സാധനം എനിക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഏതെങ്കിലും വെച്ചാലും നല്ല പാല് വീഡിയോ കിട്ടും, അത് കയ്യിൽ പിടിക്കണ്ടല്ലോ. ഇത് എപ്പോഴും എൻ്റെ ടൈം ഉണ്ടാവും. അങ്ങനെ ചായ കുടിക്കാം നമുക്ക് രാവിലെ. ഇപ്പോൾ ഒരു 7:30-8 മണി ആയിട്ടുണ്ടാവും. 8 മണി ആയിട്ടുണ്ട്. ഞാനൊരു 7 മണിക്കെല്ലാം എണീച്ചു. കാരണം ഇന്നലെ നേരത്തെ ഉറങ്ങിയോണ്ട് ഇന്ന് നേരത്തെ എണീച്ചു. സത്യം പറഞ്ഞാൽ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ഗൈസ് അടിപൊളി. അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. പക്ഷെ എനിക്കത് എപ്പോഴും പറ്റില്ല കേട്ടോ. ഇന്നലെ എന്തോ ഒരു ബിരിയാണി തിന്നു രാത്രി. അപ്പോൾ ബിരിയാണി നീറ്റാകുമ്പോഴത്തേക്കും ആ ഒരു മന്ദതയിൽ വേഗം കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എണീച്ചു. അതാണ് ഞാനിന്ന് നേരത്തെ എണീക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ഈ ചായയെല്ലാം കുടിക്കുന്ന ഒരു 11 മണി 10 മണി അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. സത്യം പറയാതെ നല്ലൊരു വൈബാണ് രാവിലെ എണീക്കുമ്പോൾ. എപ്പോഴും എണീക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അധികം ഡയലോഗ് നടക്കുന്നില്ല. അതും ചായക്കില്ല ഞാൻ എന്താ കാണിച്ചേരേ. ഈ സാധനത്തിലാണ് ഇത് വെച്ചോട്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ചായക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചായയെല്ലാം തന്നിട്ടുണ്ട്, നേരത്തെ വെച്ചാണ് വീഡിയോ എടുക്കാനായി. അപ്പോൾ ചായക്ക് എന്താണെന്ന് വെച്ചാൽ തോരാപ്പുളി വെള്ളം, പിന്നെ ചട്നി. അപ്പോൾ നമ്മൾ കാസർഗോഡ് മാത്രമായിരിക്കും ഈ ഒരു സാധനം ഉണ്ടാവുന്നത്. കാരണം കൂടുതൽ ആൾക്കാർക്കും ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ഇങ്ങനെ എനിക്ക് രാവിലെ ചട്നിയെല്ലാം ആക്കലുണ്ട് പറയുമ്പോൾ ചട്നിയാണ്. അവർ ചട്നി എന്ന് പറയുന്നത് ചമ്മന്തിയാണ്. മറ്റേ നമ്മളെ ചമ്മന്തി ഇല്ലേ, വെള്ള ചമ്മന്തി, ചുവന്ന ചമ്മന്തി, അതെല്ലാമാണ് അവർ ചമ്മന്തി എന്ന് പറയും, അല്ല ചട്നി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ തോരാപ്പുളി വെള്ളം, വേറെ അവർക്ക് അറിയാത്തൊരു സാധനമാണ് തോരാപ്പുളി വെള്ളം. തോരാപ്പുളി വെള്ളവും ചട്നിയും നമ്മളെ കാസർഗോഡ് എല്ലായിടത്തും ആക്കലൊന്നുമില്ല. നമ്മളെ കാഞ്ഞങ്ങാട് ഈ ഒരു സൈഡ് മാത്രമാണ് തോന്നുന്നു തോരാപ്പുളികളാക്കൽ. അതുപോലെ ചട്നി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാം ചട്നിയും തോരാപ്പുളികളെല്ലാം ആക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എത്ര ആളെ വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ചായയെല്ലാം തണുത്തിട്ട് ഉറങ്ങിപ്പോകും. തോരാപ്പുളികളും ചട്നി ഇല്ലേ, ബെസ്റ്റ് കോമ്പിനേഷൻ, അടിപൊളി. ചട്നീൻ്റെ ഒപ്പം വല്ല മീൻ കറിയോ അല്ല ഉണക്കമീൻ വറുത്തതോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ സെറ്റാണ്, അടിപൊളിയാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒപ്പം നല്ല കട്ടൻ ചായ. ചൂടില്ല കേട്ടോ, ചൂട് പോയി. ചട്നി വേണമെങ്കിൽ നമുക്ക് രാവിലെ ആക്കിയാൽ ഉച്ചയ്ക്ക് ചോറിന് പകരമായിട്ട് ചട്നി എന്നാണ്. ആ ഒരു ഗുണമുണ്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഇങ്ങനെ ആക്കും, രാവിലെ ചട്നി ആക്കിയാൽ അതന്നെ സ്കൂളിൽ കൊണ്ടുപോകും, ഉച്ചയ്ക്ക് ചോറുന്നു. ഞാൻ തിന്നിട്ട് വരാം കേട്ടോ. തിന്നുമ്പോൾ വീഡിയോ നോക്കുന്നത് ശരിയല്ല, കോൺസെൻട്രേഷൻ പോകും. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ച എന്ന് പറഞ്ഞാൽ 2:30 കഴിഞ്ഞു. അപ്പോഴാണ് ചോറ് തിന്നുന്നത്. രാവിലത്തെ ചായയെല്ലാം കുടിച്ചിട്ട് നേരെ പോയിട്ട് കുറച്ച് ചെടിയെല്ലാം നട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് നേരത്തെയാണ് എണീച്ചത്. അപ്പോഴാണ് ചോറ് തിന്നത്. അപ്പോൾ ചോറിന് എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ആദ്യം കാണിച്ചു തരാം കേസ്. ചട്നി കാണിച്ചു തരാം. ക്യാമറ പിടിച്ച് കാണിച്ചു തരാം. ഗെയിം നമ്മളെ തോരാപ്പുളി വെള്ളം. പിന്നെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് കൂടിയിട്ടുള്ളത് മുട്ട ഓംലേറ്റ് ആണ് കേട്ടോ. വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് എപ്പോഴും ഈ തോരാപ്പുളി വെള്ളവും ചട്നിയെല്ലാം ഉച്ചക്കും. സത്യം പറഞ്ഞാലേ ഈ രാവിലെ ചട്നി വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഉച്ചക്കും ഇതന്നെ ആയില്ലേ. അങ്ങനെ ഞാൻ ചട്നി ഇപ്പോൾ കിട്ടിയാൽ തിന്നു കേട്ടോ, കാരണം അത്രയും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ഉച്ചക്ക് ചട്നിയാണ്. വെറുതെ എന്തിനു കളയുന്നത്, രാവിലെ നല്ലോണം വെക്കും എന്തായാലും. അങ്ങനെ അതുകൊണ്ട് വിചാരിച്ചു അതന്നെ എടുത്ത് തിന്നാന്നുള്ളത്.
ഞാൻ തിന്നട്ടെ. മുട്ട ഓംപ്ലേറ്റ് മീനുണ്ട് കേട്ടോ, മീൻ പൊരിക്കാനുണ്ട്, എന്നാലും അത് രാത്രി ആക്കാൻ വിചാരിച്ചു. എല്ലാം കൂടി ഇപ്പം തിന്നാലും കിട്ടും. ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കുറച്ച് അടിച്ചെല്ലാം ചെയ്തു. അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ കൊട്ടയിലൊരു പപ്പങ്കായി കണ്ടു. പപ്പങ്കായി, നമ്മുടെ പപ്പങ്കായി എന്നാണ് കേട്ടോ ഇതിനെ പറയൽ. ചില സ്ഥലത്തിനെ കറമൂസ്, ഓമക്കായ അങ്ങനെല്ലാം പറയും തോന്നുന്നു. കോഴിക്കോട് അങ്ങോട്ടെല്ലാം ഓമക്കായ അങ്ങനെയല്ലേ പറയൽ. അപ്പോൾ പപ്പങ്കായാണ് ഇന്നത്തെ വൈകുന്നേരത്തെ. വെറുതെ ഒന്ന് തിന്നാന്ന് വിചാരിച്ചു. നല്ല പൗത്തിട്ടുണ്ട്, ആ കളറെല്ലാം വന്നിട്ടുണ്ട്, നല്ല കളറിൽ, ഭയങ്കര മണം. അപ്പോൾ നമുക്കിതൊന്ന് കൊത്താം, മുറിക്കാം. കുറച്ചുകൂടി നിന്നാൽ പൗക്കും. പൗത്താൽ മതി. ഈ ഒരു സാധനം ഞാൻ തിന്നിട്ട് ഇത് ജ്യൂസെല്ലാം അടിക്കാട്ടാ. നല്ല ഐസും കട്ടി പാലിൽ വെച്ച് നല്ല സെറ്റ് ജ്യൂസ് പോലെ അടിക്കും. ഞാൻ ഇതൊന്ന് മുറിച്ച് ഫുള്ളാക്കിയിട്ട് വരാം. മുറിക്കുമ്പോൾ ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റി താഴെ വീണുപോയി. ഓക്കെ, ഇതിലേക്ക് മുറിച്ചിടാം. താഴെ വീണ് നന്നായി. ഇതിലത്തെ ഈ സാധനം മൊത്തം എടുക്കണം. ഞാൻ തൊട്ടാ പോകുന്നുണ്ട്, നല്ലോണം പോത്തിന്. ഇനി വെച്ചിനും ചെയ്യട്ടെ. എൻ്റെ തൊലി എടുക്കാൻ അരിഞ്ഞരിഞ്ഞ് പോകുന്നുണ്ട് സാധനം. നല്ല ചോര കളറിക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കിനി കുറച്ച് ജ്യൂസ് അടിക്കാം അല്ലേ ഇതിനെ കൊണ്ട്. ഇത്രയെല്ലാം കണ്ടാൽ ഉണ്ടൂന് വേണ്ട പറഞ്ഞു. ഉണ്ടു തിന്നില്ല പോലും. നമ്മൾ വേണം. കുറേ നാളിന് ശേഷമാണ് പപ്പായ തോന്നുന്നു. പപ്പായല്ല, പപ്പങ്കായി. ശരി, ജ്യൂസ് അടിക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ജ്യൂസ് റെഡി ആയി. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഇത് സ്മൂത്തി എന്ന് പറയാം. കാരണം കുറച്ച് കട്ടിയിലായിപ്പോയി അടിച്ച്. കട്ടിയിലായാലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മധുരം കുറച്ച് കുറവായിപ്പോയി. ഞാൻ തിന്നു നോക്കി. ഐസും കട്ടില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വെച്ച് കുറച്ച് പാലെല്ലാം ഒഴിച്ചിട്ടുണ്ടായി. എങ്ങനെയുണ്ട്? മധുരമില്ല, പഞ്ചസാര കുറഞ്ഞു പോയി. പഞ്ചസാര ഇല്ല ഇടാൻ, അതോട് ഞാൻ പിശുക്കി കേട്ടു. അല്ലെങ്കിൽ ചായക്ക് ഉണ്ടാവില്ല. നല്ല ചൂടില്ല സമയല്ലേ, അപ്പം ഇത് തോന്നുന്നു. ചൂടെല്ലാം പോയി, തണുപ്പായി. കൈസിങ്ങനെ ഐസും കട്ട മുഖത്താക്കി നല്ല തണുപ്പ് കിട്ടും. ഇങ്ങനെ മുഖത്തിങ്ങനെ തേച്ച് കൊടുക്കും. എപ്പോഴും ആക്കി അടിപൊളിയായിരിക്കും, പക്ഷെ എപ്പോഴും ആക്കാല്ലേ സെത്തില്ല. ഐ മീൻ ഓർക്കൂല എപ്പോഴും ആക്കണമെന്നിട്ട്. ശീലിച്ചാൽ അടിപൊളിയായിട്ട് എപ്പോഴും ആക്കാൻ പറ്റും. പക്ഷെ ഐസും കട്ട വെക്കണം, അതൊരു മടിയാണ്. നന്നായി കൊടുക്കാം. ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഹലോ, അപ്പോൾ ഞാനത് കുളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്കും ഒരു 7:30 ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ കുറട്ട് വന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്,
അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചായ നേരത്തെ കുടിക്കലുണ്ടെന്ന് കുറച്ച് വൈകി പോയി. ചായക്കൊന്നുമില്ലത് മിക്സറും പിന്നെ സാധനം ഒരു ചക്കിളി പോലത്തെ ഒരു സാധനം, നല്ല ടേസ്റ്റാണ്. അതുമാണ് നമുക്കിന്ന് ചായക്കില്ല. പിന്നെ ഇതെനിക്കൊരു പ്രമോഷന് പോയിട്ട് നമുക്ക് കിട്ടിയൊരു കപ്പാണ്. കണ്ട സൽമാൻ ഗ്രൂപ്പ്. കുടിക്കട്ടെ. ഇതിലേക്ക് ഈ ഒരു മീനാണ് കേട്ടോ പൊരിക്കുന്നത്. ഇതിൽ ചെമ്പല്ലി എന്ന് പറയും. ചെമ്പല്ലീൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് പൊരിച്ചിട്ടെടുക്കാം. ഇതാണ് രാത്രിക്കത്തെ ഫുഡ്. മീൻ പൊരിച്ചതും തോരക്കറിയും ചോറും. തോരക്കറി ഇതിന് രാവിലെ മുതൽ കാണുന്നുണ്ടാവില്ല. കാണാം രാവിലെ തിന്നണ്ടേ ഗൈസ്. ടേസ്റ്റ്